കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യ കണ്ണി അറസ്റ്റിൽ കെ അനിൽകുമാറാണ് അറസ്റ്റിലായത്. വ്യാജ പേരിലും രേഖകളിലും 18 കോടി രൂപ അനിൽകുമാർ തട്ടിയിരുന്നു. തുടർച്ചയായ കോടതി സമൻസുകളിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് അറസ്റ്റ്. കേസിലെ 55 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, മുഖ്യ കണ്ണിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതുമാത്രമല്ല, ജീവനക്കാരുടെ സഹായത്തോടുകൂടി തന്നെയാണ് താൻ ഇത്തരം വലിയ രീതിയിലുള്ള ഒരു വെട്ടിപ്പ് നടത്തിയത് എന്ന് കെ അനിൽകുമാർ മൊഴിയും നൽകിയിരുന്നു. അതുകൊണ്ട് എത്രത്തോളം നിർണായകമായ ഘട്ടത്തിലേക്കാണ് കരുവന്നൂർ തട്ടിപ്പ് കേസ് കടക്കുന്നത്? രോഹിണി, കെ അനിൽകുമാറിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് കൂടിയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. ഏറ്റവും അധികം തുക തട്ടിയെടുത്ത ആളുകളിൽ ഒരാളാണ് ഈ കെ അനിൽകുമാർ. മാത്രമല്ല, അനിൽകുമാർ കൃത്യമായി ബാങ്കിലെ ചില ജീവനക്കാരുടെ സഹായത്തോടുകൂടിയും ഉന്നത രാഷ്ട്രീയ നേതാക്കളിൽ ചിലരുടെ സഹായത്തോടു കൂടിയും തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അനിൽകുമാറിന്റെ അറസ്റ്റോടുകൂടി തുടർ നടപടികളിലേക്ക്, അതായത് അന്വേഷണം 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പോൾ അനിൽകുമാർ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ പ്രധാനമായും അറസ്റ്റിലായി റിമാൻഡിലായിട്ടുള്ളത് 4 പേരായിരുന്നു. സതീഷ് കുമാർ, മുഖ്യകണ്ണിയായ വിളപ്പായ സതീഷ് എന്ന പി സതീഷ് കുമാർ അടക്കം PR അരവിന്ദാഷൻ അടക്കം 4 പേരായിരുന്നു ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായി റിമാൻഡിലുണ്ടായിരുന്നത്. ഇയാൾ പ്രധാനമായും 18 കോടി രൂപയുടെ തട്ടിപ്പാണ് കെ അനിൽകുമാർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടത്തിയിട്ടുള്ളത്. 8 കോടി രൂപയാണ് വായ്പയെടുക്കുന്നത്. ഒരാൾക്ക് 50 ലക്ഷം രൂപയാണ് പരമാവധി പരിധി, വായ്പാ പരിധി എന്നിരിക്കെയാണ് ഇത്രയധികം തുക 8 കോടി രൂപ കൃത്യമായി തന്നെ കെ അനിൽകുമാറിന് വായ്പയായി അനുവദിച്ച് ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും അധികം തുക തട്ടിയെടുത്ത ആളുകളിൽ ഒരാളായിരുന്നു അനിൽകുമാർ. ഈ 8 കോടി രൂപ അതിൽ വായ്പയെടുക്കുന്നു, പിന്നീട് തിരിച്ചടവുകൾ ഇല്ലാതെ മറ്റു പല വിഭാഗത്തിലേക്ക് പണം മാറ്റുന്നു. പല ബിസിനസ്സുകളിലേക്കും മറ്റു നടപടികളിലേക്കും എല്ലാം തന്നെ പണം മാറ്റിയതിനു ശേഷം 1 രൂപ പോലും തിരിച്ചടക്കാൻ അനിൽകുമാർ തയ്യാറായിരുന്നില്ല. അത് പലിശ സഹിതം വലിയ തുകയായി 18 കോടി രൂപയായി വർദ്ധിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത്. എന്നാൽ ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത് അനിൽകുമാറിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഇയാൾ ഒളിവിലാണ് എന്നാണ്. പിന്നീട് അന്വേഷണ സംഘം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമാണ് അനിൽകുമാറിനെ ആദ്യം ചോദ്യം ചെയ്യുന്നതും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണ സംഘം നിരവധി തവണ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിനിടയിലാണ് അനിൽകുമാർ വീണ്ടും ഒളിവിലേക്ക്, അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കാത്ത രീതിയിലേക്ക് പോകുന്നതും കോടതി സമൻസുകളോട് പോലും പ്രതികരിക്കാതിരിക്കുകയും ചെയ്തത്. തുടർന്നാണ് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് രാവിലെ 11 മണിക്കാണ് അനിൽകുമാറിനെ കോടതിയിൽ ഹാജരാക്കിയത്. ഇതേ സമയം നിരവധി ആളുകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട 55 പ്രതികളും കോടതിയിൽ എത്തിയിരുന്നു. പ്രധാനമായും ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ 2011-ലും 2016-ലും ഭരണസമിതി അംഗങ്ങളായിരുന്ന ആളുകൾ അടക്കം ഈ കേസിൽ പ്രതികളാണ്. അങ്ങനെ 20-ലധികം ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളാണ്. ഇവരും ഇന്ന് ഹാജരായി. അങ്ങനെ 55 പ്രതികളും ഹാജരായി. ഒപ്പം തന്നെയാണ് അനിൽകുമാറിന്റെ നിർണായകമായ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരുടെയെല്ലാം സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ വായ്പകൾ ലഭിച്ചത് എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നില്ല, വെളിപ്പെടുത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് 2ാം ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയും അത് 2 കൗൺസിലർമാരെ കേന്ദ്രീകരിച്ച് ആ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അനൂപ് ഡേവിസ് കാട, ഒപ്പം തന്നെ മധു അമ്പലപുരം തുടങ്ങിയ 2 കൗൺസിലർമാർ. ഒന്ന് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറാണ് അനൂപ് ഡേവിസ് കാട, ഒപ്പം തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലറാണ് മധു അമ്പലപുരം. ഈ 2 ആളുകളെ നിരവധി തവണ ചോദ്യം ചെയ്തു. നാളെയും ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ ലോണുകൾ പാസ്സാക്കുന്നതിന് കൃത്യമായി ഇടപെട്ടിട്ടുള്ള നിരവധി ഉന്നത രാഷ്ട്രീയ നേതാക്കളുണ്ട്. പ്രത്യേകിച്ച് ബാങ്കിന്റെ മാനേജറോടാണെങ്കിലും സെക്രട്ടറിയോടാണെങ്കിലും ഇത്തരത്തിൽ സ്വന്തം താല്പര്യക്കാർക്ക് വേണ്ടി ലോണുകൾ നൽകാൻ ഇവർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അങ്ങനെയാണ് 100 പേരടങ്ങുന്ന ഒരു ഡിവിഷൻ വിവിധ ആളുകൾക്കായി നൽകേണ്ടിയിരുന്ന ലോണുകൾ, വിവിധ പേരുകാർക്കായി നൽകേണ്ടിയിരുന്ന ലോണുകൾ അതെല്ലാം തന്നെ ഒരുമിച്ച് സ്വന്തമാക്കി ായിരുന്നു കെ അനിൽകുമാർ ചെയ്തിരുന്നത്. ഇതിന് വ്യാജരേഖകൾ പലതും ചമച്ചു, ബാങ്കിന്റെ പേരിൽ വ്യാജരേഖകൾ ചമച്ചുണ്ടാക്കി. ഒപ്പം തന്നെ വിവിധ പേരുകളിൽ ഈ ലോണുകൾ തരപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ അനധികൃതമായി തന്നെയുള്ള അക്കൗണ്ടുകൾ, പണനിക്ഷേപം എന്നിവയെ സംബന്ധിച്ചുകൂടി അന്വേഷണം നീളുന്ന ഘട്ടത്തിലാണ് വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് ഈ ബാങ്കുമായി ബന്ധിപ്പിച്ച് നടന്നിട്ടുള്ള ആളുടെ അറസ്റ്റ് കൂടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജിജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യ കണ്ണിയാണ് അറസ്റ്റിലാകുന്നത്. അതുമാത്രമല്ല, ജീവനക്കാരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് താനിത് ചെയ്തത് എന്ന് പറയുമ്പോഴും ജീവനക്കാർക്ക് നൽകിയിരുന്ന പിൻബലം എന്ന് പറയുന്നത് CPM ഉന്നത രാഷ്ട്രീയ ഇടപെടൽ തന്നെയായിരുന്നു. എന്തായാലും മുഖ്യ കണ്ണികൾ അറസ്റ്റിലാകുന്നതോടുകൂടി CPM കൂടുതൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. പല വിധേനയും ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി CPM നടത്തിയിരുന്നു. ആളുകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അടക്കം നടത്തിയിരുന്നു. പക്ഷേ കൃത്യമായ അന്വേഷണത്തിലൂടെ തന്നെ പ്രധാന കണ്ണികളിലേക്കും അവരിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കളിലേക്കും ഒക്കെ എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനാകുക എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്?
രോഹിണി, അന്വേഷണം പ്രധാനമായും ചെന്നെത്തുന്നത് ഉന്നതരായ ആളുകളിലേക്ക് തന്നെയാണ്. അത് ആദ്യഘട്ടത്തിലെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയരായ ആളുകൾ എന്ന് പറയുന്നത് ചെറു മീനുകൾ മാത്രമാണ്. വൻ സ്രാവുകൾ ഇപ്പോഴും വലയ്ക്ക് പുറത്താണ്. അല്ലെങ്കിൽ അന്വേഷണം കൃത്യമായി തന്നെ അവരിലേക്ക് എത്തേണ്ടതുണ്ട്. അത് നിരവധി ആളുകളുടെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാണ് നടക്കുക. അങ്ങനെയാണ് എസി മൊയ്തീന്റെ മുൻ മന്ത്രി എസി മൊയ്തീന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അനൂപ് ഡേവിസ് കാടയെ നിരവധി തവണ ചോദ്യം ചെയ്യുന്നത്. പല ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഇടപെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ, സാമ്പത്തിക തട്ടിപ്പുകളിൽ എല്ലാം തന്നെ അനൂപ് ഡേവിസ് കാടയ്ക്ക് പങ്കുണ്ട് എന്ന സൂചനകൾ ലഭിച്ചിരുന്നു. മാത്രമല്ല, ഈ മധു അമ്പലപുരത്തിന്റെ പേരിൽ നിരവധി നിക്ഷേപങ്ങൾ നടന്നിട്ടുണ്ട്. ഈ മധു അമ്പലപുരത്തിന്റെ പേരിൽ പല ഘട്ടങ്ങളിലായി പല തവണയായി നിക്ഷേപങ്ങൾ നടന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പലപ്പോഴും PR അരവിന്ദാക്ഷൻ ഏതു തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്, അതിന് സമാനമായ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു മധു അമ്പലപുരവും എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി. നേരത്തെ ചോദ്യം ചെയ്തതിൽ പ്രധാനപ്പെട്ട നിരവധി ആളുകളുണ്ടായിരുന്നു. MK കണ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായ, കേരള ബാങ്ക് വൈസ് പ്രസിഡന്റായ MK കണ്ണൻ, ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗം. ശരി ജിജീഷ്, വ്യക്തമാണ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.